say, yo? What you say, yo? He's gonna rock it, na 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 na. Yeah, that's in the beat, so now watch my roll. சிங்கம் போல் சுத்தி சுத்தி வரும் பெண்கள் பார் பேர்க்காதே எனக்கு விசிறிகள் ஜோடி இருக்கு சங்கு சக்கரம் வேகம் போல் வட்டம் விட்டு வரும் ஆட்டம் பார் பேபி காணி எனக்கு டெடி பேர் நான் உனக்கு
के चैन ओ मेरे दिल के चैन आए मेरे दिल को दुआ कीजिए ओ मेरे दिल के चैन आए मेरे दिल को दुआ कीजिए अपना ही साया देख के तू जाने जहाँ शर्मा गए अभी तो ये पहली मंजिल है तू तो अभी से घबरा गए मेरा क्या होगा सोचो तो जरा ऐसे न आहे भरा कीजिए ओ मेरे दिल के चैन आए मेरे दिल को दुआ कीजिए मेरा तराना और नहीं इन झुकती पलकों के सिवा दिल का ठिकाना और नहीं जजता ही नहीं आँखों में कोई दिल तुमको ही चाहे तो क्या कीजिए ओ दिल के चैन आए मेरे दिल को दुआ कीजिए गिर के संभल सकता हूँ मैं तू जो पकड़ लो हाथ मेरा दुनिया बदल सकता हूँ मैं मांगा है तुम्हें दुनिया के लिए अब खुद ही सनम फैसला कीजिए താങ്ക് യു ശ്രീനിവാസ്. അയ്യോ ഇതുവരെ ആരും വന്നില്ല. ആ വരൂ, കയറിപ്പോര്, ഇരുന്നോളൂ ഇരുന്നോളൂ ഇരുന്നോളൂ. എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം. രക്ഷിക്കാൻ ആദ്യം ഇരിക്ക്. എന്നെ രക്ഷിക്കണം. പേര് പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. ഞാൻ കുട്ടപ്പൻ, പാങ്ങപ്പാറ കുട്ടപ്പൻ. പാങ്ങപ്പാറ കുട്ടപ്പൻ. ഞാൻ എഴുതിക്കോട്ടെ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു, അറ്റൻഡറൊന്നുമില്ല, കൺസൾട്ടേഷൻ മാത്രമേ ഉള്ളൂ. പാങ്ങപ്പാറ കുട്ടപ്പൻ. എത്ര വയസ്സായി കുട്ടപ്പ? വയസ്സ് 48. കരയാതെ കാര്യങ്ങൾ പറയൂ.
എന്താ കുട്ടപ്പൻ്റെ പ്രശ്നം? ഡോക്ടറെ ഒരു 6 മാസമായി ഞാൻ ഉറങ്ങിയിട്ട്. 6 മാസമായിട്ട് ഉറങ്ങുന്നില്ലേ? ഇപ്പം കുട്ടപ്പനെ കണ്ട അങ്ങനെ പറയൂലല്ലോ. എനിക്ക് ഭ്രാന്തെടുക്കുമ്പോഴായി. ഞാൻ ഭ്രാന്തനായി, എനിക്ക് ഉറക്കമില്ല. ഭ്രാന്തനൊന്നുമില്ല കുട്ടപ്പന്, ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങളൊന്നും ഇല്ല, കാണുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഉറക്കമില്ലായ്മ ഒന്ന് മാറ്റി തന്നാൽ മതി. അതിൽ നിന്ന് ഭ്രാന്താകാൻ സാധ്യതയുണ്ട്. അതാര് പറഞ്ഞു? ഇപ്പൊ ഭ്രാന്തില്ലല്ലോ. ഇല്ല, ഇതാര് പറഞ്ഞു തന്നു ഭ്രാന്താന ആകുമെന്ന്? ആകും. എനിക്ക് ഉറക്കമില്ലായ്മ ഒന്ന് മാറ്റി തന്നാൽ മതി ഡോക്ടർ. ഞാൻ ചോദിക്കട്ടെ, ഇത് എവിടെ കിടന്നാലും ഉറക്കമില്ലായ്മയുണ്ടോ അതോ ചില സ്ഥലങ്ങളിൽ? ഡോക്ടറെ ഒരു ദിവസം ഞാൻ രാത്രി മൂത്രമൊഴിക്കാനായിട്ട് വെളിയിലോട്ട് പോയി. അപ്പോൾ ഒരു ഭ്രാന്തൻ. അത് ഈ 6 മാസം മുമ്പുള്ള കാര്യമാണ്. 6 മാസം മുമ്പ് പ്രേതം. ഞാൻ ഓടി. എനിക്ക് അന്ന് തൊട്ട് തുടങ്ങിയിട്ടുണ്ട് പ്രേതങ്ങൾ. പ്രേതം എന്നെ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു എന്നെ പ്രേതമാണെന്ന് കുട്ടപ്പൻ എങ്ങനെ മനസ്സിലായി? അതിനുശേഷം അല്ല, ഇത് ഞാൻ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ പ്രേതമാണെന്ന് എങ്ങനെ മനസ്സിലായി? പ്രേതം കള്ളന്മാരൊക്കെ അങ്ങനെ വരുന്നില്ലേ? ഒരിക്കുമ്പോ പ്രേതമല്ലേ? കള്ളന്മാരൊക്കെ അങ്ങനെയല്ലേ വരുന്നത്? എന്നിട്ട് ഞാൻ മുറിയിൽ വന്ന് കിടക്കുമ്പോൾ എൻ്റെ കട്ടിലിൻ്റെ അടിയിൽ ഈ പ്രേതം വന്ന് കിടക്കും. കഥ അടച്ചിട്ട് തന്നെ വന്ന് കിടക്കും. അതെ, പ്രേതം വന്ന് കിടക്കുമ്പോൾ എനിക്ക് ഉറക്കമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? കട്ടിലിൻ്റെ അടിയിൽ ചെന്ന് കിടക്കും. അപ്പോൾ പ്രേതം മോളി വന്ന് കിടക്കും. വീണ്ടും ഞാൻ മോളി വന്ന് കിടക്കുമ്പോൾ പ്രേതം കട്ടിലിൻ്റെ അടിക്ക് കൊടുക്കും. എന്നെ രക്ഷിക്കണേ, എനിക്ക് ഉറക്കമില്ല. രാവിലെ വരെ ഞാൻ ഉറങ്ങാതിരിക്കും. പകലാണ് പിന്നെ കിടന്ന് ഉറങ്ങണത്. പകല് കിടന്ന് കുറച്ച് ജോലിക്കൊന്നും പോണ്ടേ? ശാപ്പാടൊക്കെ അതൊക്കെ പോവും. ചില്ലറ രാത്രി അങ്ങനെ ഉറക്കമില്ലായ്മ വരാം. അതൊരു ശീലമാണോ? എനിക്ക് രാത്രി കുഴപ്പങ്ങളുണ്ട്. ഡോക്ടർ മരുന്ന് തന്നെ എൻ്റെ അസുഖം കുറയ്ക്കണം. പിന്നെ കുട്ടപ്പൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ അച്ഛൻ്റെ അപ്പൂപ്പൻ ഭ്രാന്തനായിരുന്നെന്ന് പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, ഇപ്പൊ വീട്ടിൽ വേറെ ആര് താമസമുണ്ട്? വേറെ എൻ്റെ ഭാര്യ വേറെ റൂമിലായിരിക്കും. അതെ, ഭാര്യ എൻ്റെ മുറി കിടക്കൂല. പ്രേതത്തിനെ പേടിച്ചു ഭാര്യ എൻ്റെ മുറി കിടക്കൂല. അല്ല, 2 പ്രേതങ്ങൾ ഒന്നിച്ച് കിടക്കത്തില്ല. അപ്പോഴേ ഞാൻ തൽക്കാലം ഉറക്കത്തിനുള്ള മരുന്ന് തരാം. അത് വേറൊരു കാര്യമുണ്ട്. 1-2 മാസം കൊണ്ടൊന്നും ഇത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. ചിലപ്പോൾ മിക്കവാറും 1-2 കുറേ മാസങ്ങൾ, 6-7 മാസം ഡോക്ടർ പറയുന്നത് പോലെ ചെയ്യാം. മാസം തോറും എന്നെ വന്ന് കാണണം. ശരിയായ ചികിത്സ എടുത്തെങ്കിലേ ഇത് മാറിക്കിട്ടും. ഇല്ലെങ്കിൽ കുട്ടപ്പൻ തന്നെ പറഞ്ഞല്ലോ ഇത് ഭ്രാന്തായി മാറാൻ സാധ്യത ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ മരുന്ന് തരാം. അത് കഴിക്കേണ്ട രീതി ഇതിനകത്ത് ഞാൻ മലയാളത്തിൽ തന്നെ എഴുതിയേക്കാം. മറന്നു പോകണ്ട. ഇല്ല, ഞാൻ എല്ലാ മാസവും വന്ന് കണ്ട് മരുന്ന് കഴിച്ചോളാം ഡോക്ടറെ. താങ്ക് യു. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ ഡോക്ടറും ഈ പാങ്ങപ്പാറ കുട്ടപ്പൻ എന്നുള്ള രോഗിയും വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. കുട്ടപ്പനല്ലേ? ഭ്രാന്തൻ ഡോക്ടറല്ലേ? ഭ്രാന്തൻ ഡോക്ടറല്ല, ഭ്രാന്ത് ചികിത്സിക്കുന്ന ഡോക്ടർ. പിന്നെ നിങ്ങൾ അന്ന് ഏറ്റിട്ട് പോയതല്ലേ എല്ലാ മാസവും വന്ന് കാണാമെന്ന്? ഡോക്ടറെ 5 മാസം ഞാൻ എല്ലാ മാസവും തെറ്റാതെ ഡോക്ടറുടെ അടുത്ത് വന്ന് മരുന്നെല്ലാം ഒരു നല്ല രോഗിയായതുകൊണ്ടല്ലേ ഞാൻ വീണ്ടും ചോദിച്ചു ഉറക്കം ശരിയായോ എൻ്റെ അത് കാര്യം. ഈ 5 മാസം കഴിച്ചിട്ട് എനിക്ക് ഒരു കുറവുമില്ലായിരുന്നു. പിന്നെ ഞാൻ മരുന്ന് അങ്ങ് നിർത്തി. അയ്യോ, അപ്പൊ പിന്നെ ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ എനിക്ക് വിഷമൊന്നുമില്ല. എങ്ങനെ? പ്രേതം പോയി, പ്രേതം സ്ഥലം വിട്ട്. അയ്യോ, പ്രേതം ചതിച്ചു.
ഒരു ദിവസം എൻ്റെ വീട്ടിൽ കസേരയുടെ കാല് നന്നാക്കാനായിട്ട് ഒരു ആശാരി വന്നു. ഈ ആശാരിയുടെ അടുത്ത് ഞാൻ ഈ കഥയെല്ലാം പറഞ്ഞു. എനിക്ക് പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ആശാരി നേരെ എൻ്റെ മുറിയിൽ വന്നു, വാളും കൊണ്ടുവന്ന് ഈ കട്ടിലിൻ്റെ കാല് 4 മുറിച്ച് കളഞ്ഞ്. പിന്നെ പ്രേതത്തിന് കിടക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഞാൻ രക്ഷയിട്ട് എൻ്റെ അസുഖം കുറഞ്ഞു. അങ്ങനെ പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂവേ പുന്നല്ലിൻ പൂക്കളേ പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂവേ പുന്നല്ലിൻ പൂക്കളേ ഉച്ചയ്ക്കു നീ എന്റെ ചുറ്റുവാഴത്തോപ്പിൽ കൊന്നുവാ പൊന്നഴകേ പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂവേ പുന്നല്ലിൻ പൂക്കളേ നീ കൊന്നുവാ പൊന്നഴകേ. തെയ്യന്നം തെയ്യന്നം പാടുന്ന പാടത്ത് നീയൊന്നു പാടഴകേ കൊയ്യുന്ന കൊയ്ലരി വാഴുന്ന കിളി പെയ്യുന്ന പാട്ടുപാട പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂവേ പുന്നല്ലിൻ പൂക്കളേ നീലച്ചമാനം വിരാതിച്ചു മിന്നിയ നിന്നിളം ചുണ്ടാരേ പൊന്നിൻ കതിരുലകൊത്തിയെഴുതി പൊങ്ങി പറന്നാലോ അക്കാണും മാമല വെട്ടി വയലാകി ആര്യൻ വിത്തെറിഞ്ഞേ അക്കാര്യം നിന്റെ ഓമനപ്പാട്ടിന്റെ ഈണമാണെങ്കിലേ പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂവേ പുന്നല്ലിൻ പൂക്കളേ ഉച്ചയ്ക്കു നീ എന്റെ കൊച്ചുവാഴത്തോപ്പിൽ ഒന്നുവാ പൊന്നഴകേ ആഹാ നീ പാടുന്ന മാഴകേ. താങ്ക് യു.
ഉന്നോടായി നീ വരൂ ഉന്നോടായി നീ വരൂ ഉന്നോടായി. താങ്ക് യു, താങ്ക് യു.
Thank you. പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ, ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ, പുഷ്പത്തിൻ തൽപ്പമൊന്നു ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. മലർമണം മാഞ്ഞല്ലോ, മറ്റുള്ളോർ പോയല്ലോ, മമ സഖി നീ എന്നു വന്നു ചേരും. Thank you. Thank you, Sheila and Rupa. That was a real.
सोचूं तुम्हें याद नहीं है, अब सोचूं नहीं भूले सावन के झूले, रुक आए झूठा एक दिलासा, फिर भी मेरा मन प्यासा। गगन पे चमकी बीते समय की रेखा, मैंने तुमको देखा, मन संग आग निचोड़ी खेले, आशा निराशा, फिर भी मेरा मन प्यासा। मेरे नैना सावन भादो, फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा। മോനെ ബക്കറു, എന്തോടെ പഠിപ്പിച്ചെന്ന്? എന്തോ പഠിപ്പിച്ചെന്ന്? മൈ ഹെഡ് ടീച്ചറിന്റെ തല, മൈ ഹെഡ് ടീച്ചറിന്റെ തല, മൈ ഹെഡ് ടീച്ചറിന്റെ തല, മൈ ഹെഡ്. അങ്ങനെയല്ല മോനെ, അങ്ങനെയല്ല, അങ്ങനെയല്ല. മൈ ഹെഡ് എന്റെ തല, മൈ ഹെഡ് എന്റെ തല. ഓ, അപ്പൊ ഈ ടീച്ചറിന് ഒരു വിവരവും ഇല്ലല്ലേ? ടീച്ചറിന്റെ അല്ല, എന്റെ തല. അയ്യോ, അമ്മച്ചിക്ക് എല്ലാം അറിയാവൂ. മൈ ഹെഡ് അമ്മച്ചിയുടെ തല, മൈ ഹെഡ് അമ്മച്ചിയുടെ തല, മൈ ഹെഡ് അമ്മച്ചിയുടെ തല, മൈ ഹെഡ് അമ്മച്ചിയുടെ തല, മൈ ഹെഡ്. അങ്ങനെയല്ല പറഞ്ഞത്. മൈ ഹെഡ് എന്റെ തല, മൈ ഹെഡ് എന്റെ തല. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത്. ഒന്നുകൂടെ പറ, ഒന്നുകൂടെ പറ. മൈ ഹെഡ് അമ്മച്ചിയുടെ തല, മൈ ഹെഡ് അമ്മച്ചിയുടെ തല. എത്ര പറഞ്ഞാലും കേൾക്കൂലേ? ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ 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 എന്തോന്ന് ബഹളം ഇവിടെ? എന്തോന്ന് മോനെ, എന്തോന്ന് ബഹളം ഇവിടെ? എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല. എന്തോന്ന് ബഹളം ഇവിടെ? മൈ ഹെഡ് പറഞ്ഞു അടിച്ചാ? അടിച്ചാ? പിന്നെ എന്റെ അടുത്ത് ടീച്ചർ പറഞ്ഞു മൈ ഹെഡ് ടീച്ചറിന്റെ തലയെന്ന്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു ടീച്ചറിന്റെ തലയല്ല അമ്മയുടെ തലയെന്ന്. ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. ഞാൻ പഠിപ്പിച്ചു മോനെ, മോനെ ഞാൻ പഠിപ്പിച്ചേരട്ടാ മോനെ. എന്റെ അച്ഛൻ ഇപ്പൊ നോക്കിയോ നല്ലവണ്ണം പഠിപ്പിച്ചു മോനെ. മോനെ ഞാൻ പഠിപ്പിച്ചേരട്ടാ. ഞാൻ പറയണത് പോലെ പറയണം കേട്ടാ. എന്താണ് ഇപ്പൊ ടീച്ചർ പഠിപ്പിച്ചത്? മൈ ഹെഡ് ടീച്ചറിന്റെ തല, മൈ ഹെഡ് എന്റെ തല, മൈ ഹെഡ് എന്റെ തല. അച്ഛനാണ് അച്ഛൻ. ഇപ്പൊ അച്ഛനാണ് പഠിപ്പിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓ, ഒരമ്മ. മൈ ഹെഡ് അച്ഛൻ്റെ തല, മൈ ഹെഡ് അച്ഛൻ്റെ തല, മൈ ഹെഡ് അച്ഛൻ്റെ തല. യോ മോനെ, അങ്ങനെയല്ല, അങ്ങനെയല്ല. മൈ ഹെഡ് പറയുന്നവന്റെ തല,
മൈ ഹെഡ് പറയുന്നവന്റെ തല. ഓ എന്റെ അച്ചോ. ഓ മോനെ നന്നായിട്ട് പഠിക്കണേ മോനെ. പറയുന്നതിന്റെ തല, മൈ ഹെഡ് പറയുന്നതിന്റെ തല, മൈ ഹെഡ് പറയുന്നതിന്റെ തല. ഇത് ആരിത്? ഇത് ആരുടെ മോനിത്? അപ്പുറത്തെ ചെല്ലപ്പന്റെ എന്റെ ഭഗവാനെ, അപ്പുറത്തെ ചെല്ലപ്പന്റെ മോനെന്ന്. നീ ഇപ്പോഴാണോ ഇത് പറയണത്? ഇങ്ങനെ പഠിപ്പിച്ചിട്ട് പഠിക്കാത്തതിന് ഞാൻ എന്തോ ചെയ്യാൻ? നാളെ ടീച്ചർ ചോദിക്കുമ്പോ നീ എന്തോന്ന് പറയും? എനിക്കിതൊന്നും അറിയണ്ട. നാളെ ടീച്ചർ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തോ ആൻസർ പറയണമെന്ന് നിങ്ങൾ പറഞ്ഞു തരണം. നീ എന്ന് പറഞ്ഞ അപ്പുറത്തെ ചെല്ലപ്പന്റെ മോനെന്ന് പറ. മൈ ഹേത് ചെല്ലപ്പന്റെ തല, മൈ ഹേത് ചെല്ലപ്പന്റെ തല. നാളെ എനിക്ക് 10ൽ 10 മാർക്ക് കിട്ടും. മൈ ഹേത് ചെല്ലപ്പന്റെ തല, മൈ ഹേത് ചെല്ലപ്പന്റെ തല, മൈ ഹേത് ചെല്ലപ്പന്റെ തല, മൈ ഹേത് ചെല്ലപ്പന്റെ തല. പഠിപ്പിച്ചു മതിയായി. ചാർത്തി ഉറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളപം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ നിത്യഹരിതയ ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? ഈ നിത്യഹരിതയ ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ? സ്വപ്നങ്ങളുണ്ടോ? പുഷ്പങ്ങളുണ്ടോ? സ്വർണമരാളങ്ങളുണ്ടോ? വസുന്ധരേ വസുന്ധരേ മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ? ആഹാ ആഹാ ആഹാ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. സ്വർണസുരഭിയം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? ഈ വർണ്ണസുരഭിയ ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? സന്ധ്യകളുണ്ടോ? ചന്ദ്രികയുണ്ടോ? ഗന്ധർവഗീതമുണ്ടോ? വസുന്ധരേ വസുന്ധരേ കൊതിതീരും വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ടോ? ആഹാ ആഹാ ആഹാ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം
തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാടിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം. മതിയാണ്. ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസ് ഇത്ര മനോഹരമായി സംഘടിപ്പിച്ച് നമ്മളെല്ലാം ആഹ്ലാദത്തിലടിച്ച നമ്മളുടെ പ്രിയങ്കരനായ വിജയൻ മുരുക്കുമ്പുഴ, വിജയനോട് സ്റ്റേജിലേക്ക് വരാൻ. വിജയന് നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു പൊന്നാട അണിയിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ പ്രിയപ്പെട്ട ടൈറ്റസ് ദയവ് ചെയ്ത് സ്റ്റേജിലേക്ക് വരണമെന്ന്. ടൈറ്റസ് ഇല്ല. ടൈറ്റസ് നമുക്കറിയാം, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും മുമ്പിൽ മാർഗദർശിയായി എല്ലാവരുടെയും എല്ലാ വിവരങ്ങളും ശേഖരിക്കുകയും എല്ലാവരെ പറ്റി എപ്പോഴും അന്വേഷിക്കുകയും ഈ ഓരോ മീറ്റുകൾക്കും വളരെ വളരെ നല്ല രീതിയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ ടൈറ്റസിനെ ആദരിക്കുന്നത് നമുക്കെല്ലാവർക്കും അത്യന്താപേക്ഷിതമാണ്. അടുത്തതായി ഡോക്ടർ രതീശൻ പ്ലീസ്. അത് അനൗൺസ് ചെയ്താൽ ഞാൻ കൊടുത്തോളാം. നമുക്കറിയാം, ഇടയ്ക്ക് കുറച്ച് വിജയൻ ഇവിടെ സ്ഥലത്തൊക്കെ ഇല്ലാതിരുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന പോരായ്മകളെല്ലാം നികത്തി കാര്യങ്ങളെല്ലാം മുമ്പോട്ട് നയിച്ച 3 അംഗ ടീമിലെ ഒരു പ്രധാനിയായ രതീശനെ നമുക്ക് ആദരിക്കാതിരിക്കാൻ വയ്യ. അപ്പോൾ രതീശന് എല്ലാവരുടെയും വകയായിട്ട് ഒരു പൊന്നാട. കാര്യങ്ങൾ ഇലക്ട്രോണിക് ഫീൽഡ് എനിക്ക് ഒന്ന് ഡയറക്ഷൻ തെറ്റിയോ പറ്റി മെഡിസിനിൽ വന്നു ചേർന്നതാണ്. ആർക്ക് വേണമെങ്കിലും പാടാം, ഡാൻസ് കളിക്കാം. കുറേ നാളായിട്ട് വരാതിരുന്നിട്ടുള്ള നമ്മുടെ അലുമിനിയം മീറ്റിൽ പങ്കെടുത്ത 1-2 സുഹൃത്തുക്കൾ നമ്മുടെ സഹപാഠികളുണ്ട്. അവരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അവർക്ക് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കണമെന്ന് പറയുന്നു. ഡോക്ടർ കലാകൃഷ്ണ കമാൺ. ഞങ്ങളുടെ ബാച്ചിലെ ഏറ്റവും ബ്രില്യൻറ്റ്, എല്ലാ പരീക്ഷകൾക്കും 1ാം റാങ്ക് മാർക്ക് വാങ്ങുന്ന ഡോക്ടർ കലാകൃഷ്ണ. Thank you very much for that lovely introduction.
But I want to tell you, first I want to thank KP for asking me to come for this meeting, and I thoroughly enjoyed it, and it is my pleasure to have met all of you, and I realize I am what I am because of my parents and because of you all. You helped shape what I am, and I thank you from the bottom of my heart. It really was fantastic to see all of you. And I extend an open invitation to all of you. When you visit New York, please come and stay with me and my husband. Love to you all. Thank you. Okay, thank you. Matthew. Dr. George Matthew, please come. Dr. George Matthew. Dr. George Matthew. Hello. Oh, all my friends I can see. First of all, I have to say, I was surprised why I was called to the dais. He said, tell a few words. So what shall I say? Okay, I can answer your questions. Ask me any question which you have query about, I can answer. Okay, I got an award from the current King Charles. Then he was Prince Charles in the year 2000 for establishing the orthogeriatric service in UK. And I was the first orthogeriatrician in the UK in one hospital. And now it is there in each and every hospital. I don't think that has yet started here in India. I think that's a must. And that's when I met Prince Charles and I got an award for the best service in the UK. Then I'm glad I could see all of you. And I'm not sure how many of us will be there, or if at all any, for the Platinum Jubilee, as Vijayan said. So I hope you're all enjoying your retired or part-time job, and hope you have your children and enjoy the grandchildren, and hope you all have a lovely family life and long life. Thank you all. Thanks, Dr. George Matthew. Anthony Shankurikil. Please, Anthony Shankurikil. Happy to be here, seeing all my colleagues and classmates. So it was a good feeling. I wish you the best to all of them. Hopefully we may meet again next year or so. And thank you again. Thank you. I am very pleased to be here and also see all of you. All of you are enjoying the 50 വർഷത്തെ സെലിബ്രേഷൻസ്. ഈ 50 വർഷം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ MBBS പാസ്സായി, MBBS അഡ്മിഷൻ കിട്ടി, പാസ്സായി. അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ, പിന്നെ ജോലി, മറ്റു കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളാണ്. അതിനുശേഷം പല പ്രാവശ്യം നമ്മൾ ഒത്തുകൂടി, പല പ്രാവശ്യം നമ്മൾ സെലിബ്രേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ 50ാമത്തെ വർഷത്തെ സെലിബ്രേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 50 വർഷത്തെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ 50 വർഷം എല്ലാ ആൾക്കാരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ അതിനകത്തൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല. എങ്കിലും ഓരോരുത്തരുടെയും കാലത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അവരവർക്ക് വളരെ അവിസ്മരണീയമായിട്ടുള്ള കാര്യങ്ങൾ കാണാം. അത് ഒരിക്കൽ കൂടി ഇവിടെ എല്ലാ ആൾക്കാരെയും ഓരോ ആൾക്കാരെ കാണുമ്പോഴത്തേക്കും അവരുടെ മുഖത്തുണ്ടാകുന്ന സ്നേഹ മധുരസ്മരണകൾ, എന്താ പറയുന്നത്, മധുരസ്മരണകൾ കൈവിട്ടവർക്കുന്ന കാര്യങ്ങൾ
പിന്നെ ഇതിനകത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് ഈ സന്ദർഭം ഒരുക്കിയ നമ്മൾ നേരത്തെ പറയുണ്ടായി, ഫ്രം ദ വെരി ബിഗിനിങ് കൃഷ്ണപ്രസാദ് തൊട്ട് പറയുണ്ടായി, നമ്മുടെ ആൾക്കാരിനെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പറയുണ്ടായി. ഡോക്ടർ വിജയൻ, ഡോക്ടർ രതീശൻ, ഡോക്ടർ തോമസ് മാത്യു, മറ്റുള്ള ആൾക്കാരെല്ലാം കൂടെ എന്തെങ്കിലും ആയിക്കോട്ടെ. Mother,